മാൻസി മാം ആൻഡ് ഷഹാന മാം രണ്ടുപേരും റെഡി അല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ മാൻസി മാം, വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ മാൻസി ജോയ്, തൃശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുടയിൽ താമസിക്കുന്നു. ടീച്ചർ ആൻഡ് കരിയർ ഗൈഡൻസ് കൗൺസിലറാണ്. വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 24th ബാച്ചിലെ ട്രെയിനി കൂടിയാണ്. ഒരു കൊളീഗ് വഴിയാണ് ഞാൻ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. വിംബിൾ അക്കാഡമി ഈസ് റിയലി എ കമ്മ്യൂണിറ്റി ഓഫ് ഡ്രീമേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. പുതിയ പുതിയ അറിവുകൾ, മികച്ച അനുഭവങ്ങൾ, നമ്മുടെ കഴിവുകളെ കണ്ടെത്താൻ സഹായിക്കൽ, ആത്മവിശ്വാസവും ഉത്സാഹവും പകർന്നു തരൽ തുടങ്ങി പല കാര്യങ്ങളും നമ്മളിലേക്ക് തുറന്നു തരുന്ന ഒരു മനോഹരമായ പഠനവേദിയാണിത്. ഇവിടെ ഫൈസൽ സർ, മാസ്റ്റർ ട്രെയിനർ, ഇൻസ്പിറേഷണൽ ആൻഡ് എനർജറ്റിക് ക്ലാസ്സുകളിലൂടെ അറിവ് മാത്രം വർദ്ധിപ്പിക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിത വീക്ഷണത്തെയും മനോഹരമായി രൂപപ്പെടുത്തുന്നതിനും സഹായിക്കും. തെറ്റുകൾ സംഭവിക്കുമ്പോഴും സ്നേഹത്തോടെ, കരുതലോടെ കറക്റ്റ് ചെയ്തു തരുവാൻ ഫൈസൽ സാറും അസോസിയേറ്റ് ട്രെയിനറായ അർച്ചന മാമും ശ്രമിക്കുന്നു. അർച്ചന മാം ആണെങ്കിൽ ഓരോരുത്തരുടെയും വോയിസ് മെസ്സേജസ് വളരെ മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്ത് തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം മോട്ടിവേഷണൽ അഡ്വൈസസും തന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. അർച്ചന മാം നമ്മെ ചേർത്ത് പിടിച്ച് എല്ലാവിധ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു വേദിയാണ് വിംബിൾ അക്കാഡമിയുടെ ഈ പ്ലാറ്റ്ഫോം. ഇന്ന് ഈ നിമിഷത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞാൻ അർപ്പിക്കുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. Today, we are honored to welcome a highly qualified and distinguished RBT certified behavior therapist, Shahana Karim ma'am, to our midst. വിംബിൾ അക്കാഡമിയുടെ 22nd ബാച്ചിലെ ട്രെയിനി കൂടിയാണ് മാം. 16 years of experience ഉള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തി. And also, she is an expert in multiple disciplines like autism and ADHD, learning disabilities, behavior therapy, child development techniques, school inclusion training, parent training, and support. വിവിധതരം വിഷയങ്ങളുടെ ഒരു പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ മാം അബുദാബിയിൽ ഷെയ്ഖ് സായിദ് പ്രൈവറ്റ് അക്കാഡമിയിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. വിത്ത് ഡ്യൂ റെസ്പെക്ട് ആൻഡ് ഗ്രേറ്റ് പ്ലഷർ, ഐ വെൽക്കം യു ആൻഡ് ഇൻവൈറ്റ് യു ടു ദിസ് വിംബിൾ അക്കാഡമീസ് പ്ലാറ്റ്ഫോം ടു ഷെയർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ് വിത്ത് അസ്. വെൽക്കം മാം, and I will welcome all of you here who are present here to attend the session. Thank you very much. ഷഹാന മാം മ്യൂട്ടാണ്. Thank you so much, Mansi ma'am, for this beautiful introduction. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് റോബർട്ട് ഷട്ട്ലറിന്റെ 8 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് കൻ ട്രാൻസ്ഫോം യുവർ ലൈഫ്, ഈ ഒരു ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്. അപ്പം എന്താണ് ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്? നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കണോ വേണ്ടയോ, അത് ഏത് സന്തോഷമുള്ള അവസ്ഥ ആയിക്കോട്ടെ സന്തോഷമില്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ, അവിടെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നമുക്ക് സന്തോഷിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഏതൊരു അവസ്ഥയിലും സന്തോഷം
കണ്ടെത്താൻ നമ്മളെ തന്നെ തീരുമാനമെടുക്കണം. അതാണ് ഇതിന്റെ മെയിൻ അടിസ്ഥാനം. ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്. സന്തോഷം എന്നത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആശ്രയിച്ചാണ്. ഇതിൽ ഷുള്ളർ പറയുന്നത് സന്തോഷം എന്നത് സാഹചര്യങ്ങളുടെ ഫലമല്ല, മറിച്ച് ശരിയായ മനോഭാവത്തിന്റെ ഫലമാണ്. നമ്മൾ അത് എടുക്കുന്ന രീതിയാണ്. ഏതൊരു അവസ്ഥയിലും നമ്മൾ ആ ഒരു അവസ്ഥയെ എടുക്കുന്ന രീതിയാണ് സന്തോഷം. അല്ലാതെ കുറെ എനിക്ക് ഫെറാറി വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ മെയിൻ്റനൻസും അതും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കാറിൽ നമുക്കൊരു സന്തോഷം കിട്ടില്ല. അപ്പം സന്തോഷം എന്നത് നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് 8 ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റത്തതാണ് നമ്മൾ ഐ നീഡ് ഹെൽപ്പ്. നമ്മൾ ആദ്യം എപ്പോഴും ഞാൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ ഒരു മടിയാണ് എല്ലാവർക്കും. എനിക്കല്ല, ഞാനിത് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് വിചാരിക്കോ, അവരിനി എന്നെ എന്തെങ്കിലും കളിയാക്കോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം എനിക്ക് സഹായം വേണം, എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ്, അതാണ് ഫസ്റ്റത്തെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്. അത് അഹങ്കാരം വെടിഞ്ഞ് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സിനെയാണ് ഈ ഒരു ഫസ്റ്റത്തെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. രണ്ടാമത്തെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്, ഞാൻ വേദനിക്കുന്നു പക്ഷെ ഞാൻ തിരിച്ചു വരും, സങ്കടങ്ങളെയും പരാജയങ്ങളെയും വിജയത്തിന്റെ പടവുകളാക്കും എന്ന ഒരു തീരുമാനം. രണ്ടാമത്തത് ശരിക്ക് എനിക്കിപ്പോ വിഷമത്തിലാണ്, പക്ഷെ ഇത് ഈ ഒരു കയറ്റം കഴിഞ്ഞ ഒരു ഇറക്കമുണ്ട് ഇതിന്, ഞാൻ സന്തോഷത്തിലേക്ക് വരും, ഞാൻ തിരിച്ച് ഈ ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു തീരുമാനമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഞാൻ ശാന്തതയും വിവേകവും കൈവിടില്ല, ആത്മനിയന്ത്രണത്തിലൂടെ ജീവിത സാഹചര്യങ്ങളെ നേരിടും. അപ്പോൾ ആ ഒരു കാമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മളെപ്പോഴും ശാന്തതയും ആത്മനിയന്ത്രണവും, നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഏതൊരു സാഹചര്യത്തെയും എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ അതാണ്, ഞാൻ ശാന്തതയും വിവേകവും കൈവിടില്ല, ആത്മനിയന്ത്രണത്തിലൂടെ ജീവിത സാഹചര്യങ്ങളെ നേരിടും. നാലാമത്തേതാണ്, ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഏതൊരു സാഹചര്യത്തിലും നീതിയും സത്യവും കൈവിടാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് നമുക്കൊരു കുറ്റബോധം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിപ്പോ എത്ര കൈപ്പേറിയ അവസ്ഥ ആയിക്കോട്ടെ, നമ്മൾ അതിനെ സത്യവും നീതിയും കൈവിടാതെ നമ്മൾ അതിനെ നേരിടണം, നിലകൊള്ളണം. അഞ്ചാമത്തേത്, മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്നോ ഞാൻ അവരോട് കരുണയും മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം, അത് ഞാൻ മറ്റുള്ളവരോട് പെരുമാറണം. അതായത് ഞാൻ മറ്റുള്ളവരോട് കാരുണ്യത്തിൽ, എന്നോടെല്ലാവരും കാരുണ്യത്തിൽ സ്നേഹത്തിൽ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാരുണ്യവും സ്നേഹവും മറ്റുള്ളവർക്ക് കൊടുക്കണം. അന്നെങ്കിലാണ് മാത്രമേ എനിക്ക് ആ കാരുണ്യവും സ്നേഹവും ലഭിക്കുകയുള്ളൂ. ആറാമത്തെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡാണ്, വിശ്വാസം എന്നതിലൂടെ സ്വതന്ത്രമായി ഒഴുകട്ടെ, ഭയവും കുറ്റബോധവും നീക്കി മനസ്സിനെ ഇപ്പം എനിക്ക് വരുന്നത് എന്നിലൂടെ സംഭവിക്കട്ടെ, അത് ഇപ്പൊ എന്റെ വിധി എന്ന രീതിയിൽ തള്ളിക്കളയാതെ അത് എനിക്ക് വരാനുള്ളതാണ്, അത് എന്നിലൂടെ ഒഴുകി പോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഏഴാമത്തത്, ഞാൻ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവരാകും, ശത്രുത മാറ്റിവെച്ച് സമാധാനം സ്ഥാപിക്കുക. അതായത് ബന്ധങ്ങൾ അകലുന്ന, ഏതായാലും ഒരു ചെറിയ ഒരു ജീവിതമാണ്, ഇനിയിപ്പം നമുക്ക് കുറച്ച് ബന്ധങ്ങൾ, ഇപ്പൊ ഈ വലിയ ലോകത്ത് ആകെ കുറച്ച് ബന്ധങ്ങളാണ്, അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഇതാക്കാതെ, തെറ്റിദ്ധരിപ്പിക്കാതെ, ബന്ധങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു തീർത്ത് അതിനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിലും എട്ടാമത്തതാണ്, സന്തോഷവാനായിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ, അത് ഞാൻ സന്തോഷവാനായിട്ടിരിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് ഇതിന്റെ 8 മെയിൻ പോയിന്റ്സ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ ഇതില് കാണിക്കുന്ന 8 മെയിൻ പോയിന്റ്സ് ആണ്. ഫസ്റ്റത്തത്, ഐ നീഡ് ഹെൽപ്പ്. നമ്മൾ അപ്പോഴും
സഹായം ചോദിക്കാനാണ് എല്ലാവർക്കും മടി. എന്നിട്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുക, അതെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആവുക. അതിലേക്കൊന്നും പോവാതെ നമ്മൾ സഹായം ചോദിക്കുന്നത് അതൊരു കുറവല്ല, അതൊരു കഴിവില്ലായ്മയാണെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളത് ആ ഒരു അഹങ്കാരം വെടിയുക. എനിക്കെല്ലാം അറിയാം, ഞാൻ ഇനി അത് അവരോട് ചോദിച്ചാൽ ഇനി അതൊരു പ്രശ്നമാവോ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവരോട് ചോദിച്ചാൽ, ആരോടായാലും ഹെൽപ്പ് ചോദിക്കാൻ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു വാക്ക് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല. ഇതിൽ റോബർട്ട് ഷില്ലർ പറയുന്നത് പാവപ്പെട്ടവന്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. ഇതിൽ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, അതാണ് പാവപ്പെട്ടവന്റെ ആത്മാവ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ എംപ്റ്റി ആയിട്ടിരിക്കണം. നമുക്ക് എല്ലാം അറിയാന്നുള്ളൊരു ഭാവം വെടിഞ്ഞ് നമ്മളെപ്പോഴും എംപ്റ്റി ആയിട്ടിരിക്കണം. ഇനി പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരമാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. വലിയ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ അറിവും കഴിവും കൂടെ ചേരുന്ന വിജയത്തിന്റെ വേഗത കൂട്ടും. നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരോട് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ഒരുപാട് അറിവ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ എപ്പോഴും വളരാനായിട്ട് ആഗ്രഹിക്കണം. നമ്മളെപ്പോഴും സഹായം ചോദിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, അത് അവിടെ ചോദിക്കാനൊരു മടി, അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈഗോ പ്രോബ്ലം ആണോ? അതന്നെ. അവരെന്ത് വിചാരിക്കും ഇനിയിപ്പോ ഞാനിത് ചോദിച്ചാല്? ഞാൻ ഇത്ര വലിയ ആളല്ല. കുട്ടികളോട് പോലും ഹെൽപ്പ് ചോദിക്കേണ്ട സമയം വന്നാൽ നമ്മളത് ചോദിക്കില്ല. അവൻ വിചാരിക്കും ഇത് എനിക്കറിയില്ലേ എന്ന് ചോദിക്കുമോ? അറിയില്ലെങ്കിൽ അറിയില്ല. എല്ലാതും അറിയണ ആൾക്കാരല്ലല്ലോ. കുട്ടികൾ കളിയാക്കണേ ആക്കിക്കോട്ടെ, പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് അതൊരു അറിവല്ലേ. അവര് നോ പറയോ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുമോ എന്ന പേടിയാണ്. ഇത് ഇത്ര പോലും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അവിടെ ചെറുതാവില്ലേ എന്നുള്ള പേടിയാ. പക്ഷെ നമ്മൾ ആ ഒരു നാണക്കേട് വെടിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പുതിയ അറിവുകൾ നേടാനായിട്ട് ശ്രമിക്കണം. കാരണം ഇനിയുള്ള ജനറേഷൻ നമുക്ക് അത് പഠിച്ചേ പറ്റൂ. നമ്മൾ ഈ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പോഴും ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ തന്നെയല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ കാര്യം വരുമ്പോൾ നമ്മുടെ കുട്ടികളോടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുക, അതെങ്ങനെ ഡിലീറ്റ് ആക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവരോട് തന്നെയാണ് ചോദിക്കണം. അപ്പൊ നമുക്ക് അറിവ്, ആ ഒരു നാണക്കേട് മാറ്റി വെച്ചെങ്കിലേ നമുക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തെ ഇതിൽ വരുന്നതാണ് അതിജീവനത്തിന്റെ മനോഭാവം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാരില്ല. നമ്മളെപ്പോഴും വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൈഫ് അത്ര ഈസി അല്ല എന്ന് നമ്മളങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ എൻ്റെ ഒരു വിധി, ഞാൻ എന്തെങ്ങനെ എന്ന് കണക്കാക്കുന്നതിന് പകരം അതെനിക്ക് എന്നെ സ്ട്രോങ് ആക്കാൻ വരുന്ന ഓരോരോ അവസരങ്ങളായിട്ട് നമ്മളതിനെ തിരിച്ചറിയണം. ഞാൻ വേദനിക്കുന്നു, പക്ഷെ ഞാൻ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും. അതാണ് ആ സെക്കൻഡ് പോയിന്റ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് ഈ 8 പോയിന്റ്സ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ച് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈൻഡിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ സത്യത്തിൽ പുതിയൊരു മലക്കയറ്റത്തിനുള്ള തയ്യാറെടുപ്പ്. ദുഃഖത്തിന്റെ താഴ്വരകൾ ആക്ച്വലി ഒരു സന്തോഷത്തിന്റെ ഒരു മലക്കയറ്റത്തിന്റെ തുടക്കമായിട്ടാണ് കാണേണ്ടത്. നമ്മളെപ്പോഴും ഇപ്പം ഞങ്ങളുടെ ഖുർആനിലാണെങ്കിലും അങ്ങനെ ഒരു ആയത്തുണ്ട്, ഇപ്പൊ ഇന്നമാൽ ഉസ്രിൽ യുസ്ര എന്ന് പറഞ്ഞാൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട് എന്നാണ്. അത് വിശ്വാസികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഇങ്ങനെയാണല്ലോ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു കയറ്റത്തിനോ അത് ഇറക്കം. അതെല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരിക്കും, ബൈബിളിലും എല്ലാം ഉണ്ട്. അതായത് നമ്മളെപ്പോഴും ഒരേ വിഷമത്തിന്റെ അവസ്ഥയിൽ ദൈവം നമ്മളെ ഇടില്ല. നമ്മളൊരു വിഷമത്തിലാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഭയങ്കര സന്തോഷമുള്ള സമയത്താണെങ്കിൽ ചെറിയൊരു വിഷമം അതിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പം അത് ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണെന്ന് നമ്മളെപ്പോഴും വിശ്വസിക്കണം. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും തകർന്നു പോവില്ല. അതായത് പിന്നെ ആത്മഹത്യ അങ്ങനത്തെ ചിന്തകളിലേക്ക് എത്തില്ല. അത്രയും പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്ക് തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു സന്തോഷം കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ ജീവിതത്തിലെ തിരിച്ചടികൾ ഉണ്ടാവും. നമ്മൾ കൂടുതൽ വിനീതരാകുകയും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും.
അതായത് ഒരു റബ്ബർ പന്ത്, ഇതിൽ പറയുന്നത് റബ്ബർ പന്ത് എത്ര ശക്തിയായി നിലത്തടിക്കുന്നുവോ അത്രയും വേഗത്തിൽ അത് മുകളിലേക്ക് ഉയരുന്നു. അതുപോലെ പരാജയങ്ങളെ തളരാനുള്ള കാരണമല്ല, മറിച്ച് ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ അതിനെ കാണണം. ഇപ്പം ഇപ്പൊ ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, അപ്പൊ അയാള് രാവിലെ എണീച്ച് ജോലിക്ക് പോയി വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അയാൾക്കൊരു മാറ്റമാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു അവസരമാണ് എന്ന് ചിലപ്പോൾ ആ ജോലി നഷ്ടപ്പെടുന്നതോടുകൂടി അയാൾ ഒരു ബിസിനസ്മാൻ ആയി അതിൽ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതല്ല ജോലി പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഏത് കാലവും ഈ ജോലിക്കാരനായിട്ട് ചിലപ്പം തുടരേണ്ടി വന്നായിരുന്നേ. അപ്പം ഓരോ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പോസിറ്റീവ് സൈഡ് എപ്പോഴും കാണാനായിട്ട് ശ്രമിക്കണം. മൂന്നാമത്തേതാണ് ആത്മനിയന്ത്രണം, അതായത് ആറ്റിറ്റ്യൂഡ് ഓഫ് സെൽഫ് കൺട്രോൾ. നമ്മൾ എപ്പോഴും ഞാൻ ഏതൊരു അവസ്ഥയിലും ഞാൻ കാം, കൂൾ ആൻഡ് കറക്റ്റഡ്. നമ്മൾ അതുകൊണ്ട് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ പിന്നീട് അതിന്റെ പുറകെ പിന്നെ നടക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ ഒരു കേസുകളൊക്കെ കാണുന്നത് അങ്ങനെയല്ലേ. അത്തരം പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അത് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. റോബർട്ട് ഷുട്ടറുടെ അഭിപ്രായത്തിൽ മൃദുത്വം എന്നത് ദൗർബല്യമല്ല, മറിച്ച് നിയന്ത്രിക്കപ്പെട്ട ശക്തിയാണ്. അയാൾ പറയണത് അങ്ങനെയാണ്. ഒരു ശക്തിയായിട്ടാണ് നമ്മൾ ആ ഒരു മൃദുത്വത്തെ കാണേണ്ടത്. കാട്ടു തിരമാലകളേക്കാൾ ശക്തി അണക്കെട്ടിനുള്ളിൽ നിയന്ത്രിച്ചു നിൽക്കുന്ന വെള്ളത്തിനാണ്. അത് വൈദ്യുതി ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നാം കൂടുതൽ ശക്തരാകുന്നു. അത് തിരമാലകളേക്കാൾ ശക്തി അതിനെ തടുത്തു നിൽക്കുന്ന അണക്കെട്ടിനാണ്. അതാണ് ശരിക്കും നമ്മൾ സെൽഫ് കൺട്രോൾ ആണ് അത്. നല്ല ദേഷ്യം വരുമ്പോൾ അതിനെ അടക്കി നിർത്തുക എന്നുള്ളതാണ് സെൽഫ് കൺട്രോൾ. അങ്ങനെ അതിലൂടെയാണ് നമുക്ക് ഇപ്പൊ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ചിന്തിക്കപ്പെടാതെ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കരുത്. പലപ്പോഴും അത് അപകടം വരുത്തും. എന്നാൽ ശാന്തമായി ചിന്തിച്ച ശേഷം മറുപടി നൽകുന്നത്, അതാണ് റെസ്പോൺസ്. റിയാക്ഷനേക്കാൾ നമ്മൾ റെസ്പോൺസ് ആണ് അതിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഉള്ളിലെ സമാധാനം. പുറത്ത് എന്ത് പ്രകോപനം ഉണ്ടായാലും എൻ്റെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ പ്രലോഭിപ്പിക്കാൻ നമ്മുടെ ചുറ്റും ആളുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മളൊന്ന് വിഷമിക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് കുത്തി പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരവസ്ഥയിൽ നമ്മളെ ഡൗൺ ആക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കളിയാക്കിയിട്ട് ഒന്ന് ചിരിക്കാനോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും തീരുമാനിക്കേണ്ടത് എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ സമാധാനം കളയാൻ ഞാൻ അനുവദിക്കില്ല. നമ്മൾ ആ ഒരു സ്നേഹം നമ്മളോട് തന്നെ കാണിക്കണം. അല്ലാതെ വേറെ ആരും നമ്മൾ അങ്ങനെ ആ ഒരു സ്നേഹത്തില് കാണില്ല. അതാണ്. ഇപ്പം നമ്മളിപ്പോ വണ്ടി ഓടിച്ച് പോവുകയാണെന്ന് വെച്ചാൽ, അപ്പൊ ആരെങ്കിലും നിയമം തെറ്റിച്ച് വരുമ്പോ അവിടെ വണ്ടി നിർത്തി അയാളെ ചീത്ത പറഞ്ഞ് അങ്ങനെ പ്രകോപിതനാവാതെ, അയാള് ചിലപ്പം എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോ ഒരു രോഗി വണ്ടിയിൽ ഉണ്ടായിരിക്കാം, അയാളുടെ മനസ്സ് ആകെ കൈവിട്ട രീതിയിലായിരിക്കാം. എന്താണെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ട് അവരെ വിടുക. എന്നിട്ട് നമ്മള് സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോവുക. അല്ലാതെ മറ്റുള്ള ഒരാളുടെ ഒരു പ്രയാസം കാണുമ്പോഴത്തേനും നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം. നാലാമത്തേതാണ് മൂല്യബോധത്തിന്റെ അനുഭവം, ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ആര് കാണുന്നുണ്ടെങ്കിലും ആര് കാണുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും റൈറ്റ് കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഐ റിയലി വാണ്ട് ടു ഡു ദ റൈറ്റ് തിങ്. ഞാൻ ശരിയായ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇയാളുടെ റോബർട്ട് ഷുള്ളറിന്റെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ് 4th ആണ്. ഐ റിയലി വാണ്ട് ടു ഡു ദ റൈറ്റ് തിങ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. വെറും ആഗ്രഹമല്ല, മറിച്ച് ശരിയായത് ചെയ്യാൻ ഒരു തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് അങ്ങോട്ട് ആ ഒരു ഗോളിലേക്ക് എത്തണം. പക്ഷെ അത് മാക്സിമം നല്ല രീതിയിൽ, ഒരു തരത്തിലും മറ്റൊരാളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും അല്ല അങ്ങോട്ട് എത്തേണ്ടത്. നല്ല രീതിയിൽ നീതിയും സത്യത്തിന്റെ മാർഗത്തിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തണം. ശരിയും തെറ്റും തമ്മിലുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും എടുത്തുചേരാൻ. സാഹചര്യങ്ങൾ എന്താണെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും ശരിയായ കാര്യം ചെയ്യുക എന്നതാണ് ഈ ഒരു മനോഭാവം. കുറുക്കു വഴികളൊക്കെ ഒഴിവാക്കി
പെട്ടെന്നുള്ള നേട്ടങ്ങളും കള്ളം പറയുന്നതും അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നതും ഒക്കെ താൽക്കാലികമായി ഗുണം ചെയ്യുമെങ്കിലും അത് നമ്മുടെ മനസാക്ഷിയെ എപ്പോഴും വേട്ടയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ സക്സസ്സിൽ എത്തിക്കഴിഞ്ഞാലും സന്തോഷം എന്ന് പറഞ്ഞ സാധനം പിന്നെ കിട്ടില്ല. നമ്മൾ ആരെങ്കിലും ചതിച്ചിട്ടാണോ നുണ പറഞ്ഞിട്ടാണോ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാൽ പിന്നെ ഈ ഒരു കുറ്റബോധം നമ്മളെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പൊ ആന്തരിക സമാധാനം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശരിയായ വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ ഒന്നും ഒരു പ്രശ്നവുമല്ല. ഇത് പോലീസാ എന്ത് വന്നു കഴിഞ്ഞാലും അയാൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ യാതൊരു തരത്തിലും അയാൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടില്ല. ഈ മനസ്സമാധാനമാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് നൽകുന്നത്. ഇപ്പം ഏതെങ്കിലും ഇപ്പം ഒരു ബിസിനസ്സിൽ നമ്മുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അവർക്ക് ആ ഒരു കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നിലനിർത്താനായിട്ട് നമ്മൾ അതിനെ ബെറ്റർ ആക്കുക, അല്ലാതെ അതങ്ങനെയാണെന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്യല്ല വേണ്ടത്. അതാണ് നമ്മളെപ്പോഴും റൈറ്റ് തിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഫോർത്ത്. പിന്നെ ഫിഫ്ത്ത് വണ്ണാണ് ആറ്റിറ്റ്യൂഡ് മേഴ്സി. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ മറ്റുള്ളവരോട് പെരുമാറണം. ഐ എം ഗോയിങ് ടു ട്രീറ്റ് അതേഴ്സ് ദ വേ ദേ വാണ്ട് ടു ട്രീറ്റ് മീ. ഈ ബി ഹാപ്പി മനോഭാവം അഞ്ചാമത്തേതാണ്. കാരുണ്യമുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന തത്വമാണ് ഇത്. കരുണ എന്നത് ദുർബലതയല്ല, മറിച്ച് മറ്റൊരാളുടെ തെറ്റുകൾക്ക് മുകളിൽ സ്നേഹത്തിന് സ്ഥാനം നൽകുന്ന വലിയ മനസ്സാണ്. അതൊരു ദുർബലമല്ല. മറ്റുള്ളവരോട് കൈൻഡ് ആവുക എന്നുള്ളത് ഒരു ദുർബലമല്ല. അത് അയാളുടെ സ്നേഹത്തിന് നമ്മൾ സ്ഥാനം നൽകുന്നു എന്നതിന്റെ ഒരു വലിയ മനസ്സാണ് അത്. ആശയത്തിന്റെ ആഴം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഗോൾഡൻ. ലോകം നിങ്ങൾക്ക് എന്ത് നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അതായത് സ്നേഹം, ബഹുമാനം, സഹായം, അത് ആദ്യം മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങുക. നമ്മൾക്ക് ബഹുമാനം വേണോ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. നമുക്ക് സ്നേഹം വേണം, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമുക്ക് സഹായം വേണമെങ്കിലും നമുക്ക്. അപ്പൊ നമ്മളിപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇപ്പൊ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ഹെൽപ്പ് ചെയ്താ എനിക്കൊരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ആ ഒരു ഇത് കിട്ടും, സഹായം നമുക്ക് പിന്നീട് കിട്ടും. ക്ഷമയുടെ ശക്തി. ഒരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ആ വ്യക്തിയോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഫ്രീ ആയി. ആര് നമ്മളോട് തെറ്റ് ചെയ്താലും അവരോട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഉള്ളിലെ കോർട്ടിസോൾ ലെവലൊക്കെ കുറയാണ്. ഇവിടെ നമുക്ക് പുതിയ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. അതേസമയം ആ ദേഷ്യവും സ്ട്രെസ്സും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ്, നമ്മുടെ ബോഡിക്കാണ് അത് പ്രയാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും അതിനെ ക്ഷമിച്ചു കൊടുക്കുക. പിന്നീട് അതേ സെയിം തെറ്റിലേക്ക് നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ക്ഷമിക്കുന്നത് അവരോടുള്ള ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. നമ്മൾ ഭയങ്കര റിലീഫായിരിക്കും നമ്മൾ ആ ആൾക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ മരിക്കുന്നത് വരെ ആ ഒരു ദേഷ്യം, എത്രയോ ആളുകൾ അങ്ങനെ ആ ഒരു ദേഷ്യം കൊണ്ട് ജീവിച്ച് തീർക്കുന്നറിയും. മരിക്കുന്നത് വരെ മിണ്ടില്ല ഈ ആളോട്, ചെറുപ്പത്തിലെ ഏതെങ്കിലും ദേഷ്യമായിരിക്കും. പക്ഷെ ആക്ച്വലി ഈ ആള് പിന്നീട് ഹാപ്പി ആയിട്ടല്ല ജീവിച്ചത്. ആരെ കണ്ടാലും ചിലപ്പോൾ ഈ ഒരു കുറ്റം തന്നെ പറയുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം ഈ ആള് ഹാപ്പി ആയിട്ടല്ല പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ജീവിക്കുന്നത്. ക്ഷമിച്ചോണ്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമിക്കുന്നത് അവരോടുള്ള ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. കരുണയുടെ ഒഴുക്ക്. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കും കരുണയും സഹായവും തിരിച്ചു വരികയുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റ്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. ആറാമത്തെ പോയിന്റാണ് ശുദ്ധമായ വിശ്വാസം, അത് ആറ്റിറ്റ്യൂഡ് ഓഫ് പ്യൂരിറ്റി. വിശ്വാസം എന്നിലൂടെ സ്വതന്ത്രമായി ഒഴുകട്ടെ. ഐ ഹാവ് ഗോട്ട് ടു ലെറ്റ് ദ ഫെയ്ത്ത് ഫ്ലോ ഫ്രീ ത്രൂ മീ. എന്നിലൂടെ സ്വതന്ത്രമായിട്ട് ഒഴുകിപ്പോട്ടെ എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. ഇവിടെ ദൈവത്തെ കാണുക എന്നാൽ ജീവിതത്തിൽ ശരിയായ ഉൾക്കാഴ്ചയും വ്യക്തതയും ലഭിക്കുക എന്നാണ് അർത്ഥം. ലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു
ഒരു വ്യക്തത നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ആശയത്തിന്റെ ആഴം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ അസൂയ, വെറുപ്പ്, കുറ്റബോധം, ഭയം എന്നിവ നിറയുമ്പോൾ അതൊരു പേപ്പറിലെ തടസ്സം പോലെ വിശ്വാസത്തെ തടയുന്നു. ഈ അഴുക്കുകൾ നീക്കം ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ചിന്തകൾക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പം പറയില്ലേ, യു ആർ വാട്ട് യു തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ നമ്മള് മനസ്സിൽ ഒരാളോട് ദേഷ്യം, ചിലപ്പോൾ അത്രക്ക് വലിയ വിഷമമായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അത് ശരിയാണ്, അത് നമുക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ട് ക്ഷമിച്ച് അങ്ങോട്ട് മറന്നുകൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ല. സമയമെടുക്കും. സമയമെടുത്തിട്ട് നമുക്ക് അതിനെ പക്ഷെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ നമ്മുടെ ഇന്റൻഷൻ ആക്ച്വലി ഇതിൽ നിന്ന് മോചിതരാവുക എന്നുള്ളതാണ്. ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പോസിറ്റീവ് തോട്ടിലേക്ക് നമുക്ക് വരണം. അല്ലെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും ഈ നെഗറ്റീവ് തന്നെ വന്നുകൊണ്ടിരിക്കും. അത്രമാത്രം നമ്മളെ ഒരാൾ വഞ്ചിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും നമ്മൾ ലൈഫിൽ അത് നമുക്ക് ദോഷകരമാണെന്ന് അറിഞ്ഞാൽ കൂടി നമുക്കിപ്പം ഈ ഒരു ചിന്തകളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിന്തയെ വരല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്രമാത്രം നമ്മളെ എഫക്ട് ചെയ്തൊരു സംഭവമാണെങ്കിൽ നമ്മളെ ചിന്ത വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിലെ ഒരു ഇന്റൻഷൻ ഈ ചിന്തകളെ കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ നമ്മളോട് തെറ്റ് ചെയ്തെങ്കിൽ അവരും ദൈവം കൂടി ആയിക്കോളൂ. പക്ഷെ നമ്മൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എടുത്തു കളയണം. ഈ അസൂയ, വെറുപ്പ്, കുറ്റബോധം, ഭയം ഇതൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു കളയാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയിലൂടെയോ നല്ല ആക്ടിവിറ്റീസിലൂടെയോ ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ മാറിയാൽ മാത്രമേ ഈ നെഗറ്റീവ് തോട്ട്സ് പോയിട്ട് പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഈ നെഗറ്റീവ്സ് തന്നെ വന്ന് വീണ്ടും വീണ്ടും നെഗറ്റീവ്സ് തന്നെ ചിന്തിച്ച് നെഗറ്റീവ്സ് തന്നെ നമ്മൾ വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വയേഴ്സ് ടുഗെദർ വയേഴ്സ് ടുഗെദർ എന്നാണ്. നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത് അത് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ നെഗറ്റീവ് ഈ ട്രോമകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ നെഗറ്റീവ് ഹീലിംഗ് പ്രോസസ്സിൽ ഈ നെഗറ്റീവ് ചിന്തകളെ കുറയ്ക്കാനുള്ള മെഡിറ്റേഷൻസും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു തോട്ട്സ് പ്രോസസ്സിനെ കുറച്ച് പതുക്കെ തോട്ട് ജേർണലിങ്ങും കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ നമ്മൾ അതിനെ കുറച്ച് കൊണ്ടുവന്ന് പോസിറ്റീവ് ചിന്തകളിലേക്ക് വരണം. ഇത്തരം ബാഡ് ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണം, നമ്മുടെ വിജയത്തിന് ഒരാളുടെ വിജയത്തിൽ അസൂയപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഇനി അവരൊക്കെ അച്ചീവ് ചെയ്ത് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവിൽ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്നാൽ ആ അസൂയ മാറ്റി അവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും സ്വന്തം വിജയത്തിലേക്കുള്ള വഴി തെളിയുകയും ചെയ്യുന്നു. അപ്പം ശരിക്കും ഒരാള് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പം അത്തരം കാര്യങ്ങളാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പൊ നമ്മളും സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം നമ്മൾ അതിൽ അസൂയയും കാര്യങ്ങളും വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺ ആവാനാണ് കൂടുതൽ സാധ്യത. അതാണ് പോയിന്റ് നമ്പർ 6. ഇനി പോയിന്റ് നമ്പർ 7, സമാധാനത്തിന്റെ മനോഭാവം, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീസ് മേക്കിംഗ് ആണ്. ഞാൻ ഒരു പാലം പണിയുന്നവനാകുന്നു. ഐ എം ഗോയിങ് ടു ബി എ ബ്രിഡ്ജ് ബിൽഡർ. അതാണ് ഇത് പോയിന്റ് നമ്പർ ആറ്റിറ്റ്യൂഡ് നമ്പർ 7. സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യമാർ എന്ന തത്വമാണ്. ലോകത്തിൽ 2 തരം ആളുകളുണ്ട്: മതിലുകൾ പണിയുന്നവരും പാലങ്ങൾ പണിയുന്നവരും. വാശിയും അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരുമായി അകലം പാലിക്കുന്നത് മതിലുകൾ പണിയുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവർ ഉയരുന്നതിനുള്ള വാശി അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് നമ്മള് ശരിക്ക് മതിലുകളാണ് അവിടെ പണിയുന്നത്. എന്നാൽ തെറ്റുകൾ ക്ഷമിച്ച് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പാലം പണിയുന്നവരാണ്. അപ്പൊ അതാണ് 2 തരത്തിലുള്ള ആളുകൾ ഉള്ളതാണ്: മതിലുകൾ പണിയുന്നവരും പാലങ്ങൾ പണിയുന്നവരും. മതിലുകൾ പണിയുന്നവര് വാശിയും പിന്നെ അഹങ്കാരവും ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവരായിട്ട് അകലം പാലിക്കുകയാണ്. അവരവിടെ മതിലുകൾ പണിത് പിന്നെ ഇനി അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ കുറയും. അതേസമയം പാലം പണിയുന്നവരാണെങ്കിൽ ക്ഷമിച്ച് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരാണ് പാലം പണിയുന്നത്. സമാധാനം എന്നത് തർക്കങ്ങളുടെ അഭാവമല്ല, മറിച്ച് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണെന്ന് തിരിച്ചറിയണം. സമാധാനം കിട്ടണമെങ്കിൽ നമ്മള്
എപ്പോഴും തർക്കങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും സമാധാനമായിട്ട് ജീവിക്കാനും സന്തോഷത്തിന്റെ ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ പീസാണ്. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടാനാണ് ആക്ച്വലി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പം മെറ്റീരിയൽ കാര്യങ്ങൾക്ക് എന്തായാലും സമാധാനം നമുക്ക് തരാൻ പറ്റില്ല. അത് നമ്മുടെ ഇമോഷൻസിലൂടെ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. കുടുംബത്തിലോ ഓഫീസിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ഉണ്ടാകാൻ വരട്ടെ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ വെടിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, എന്നും ചിന്തിക്കാതെ സമാധാനം എനിക്കാണ് വേണ്ടത്, അപ്പോൾ അവരോട് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സമാധാനം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതാണ് പോയിന്റ് നമ്പർ 7. പോയിന്റ് നമ്പർ 8, പ്രതിരോധ ശേഷിയുടെ മനോഭാവം, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസിലിയൻസ്. എന്തെങ്കിലും സന്തോഷിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു എങ്കിലും സന്തോഷിക്കുവാൻ ഐ ചൂസ് ടു ബി ഹാപ്പി. അതായത് എന്ത് തന്നെ ആണെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കാൻ ഞാൻ തീരുമാനിക്കും. ഇപ്പം എത്ര വിഷമത്തിൽ ചില ആളുകൾ നമുക്കതൊരു പോസിറ്റിവിറ്റിയാണ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവർ വിഷമിച്ചിരിക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരും. അവര് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കണം ഐ ചൂസ് ടു ബി ഹാപ്പി. ഇവിടെ ഇങ്ങനെ കരഞ്ഞിരുന്നു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. ആരും ആദ്യം തുടക്കത്തിലൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് സാരില്ല കരയണ്ട എന്നൊക്കെ പറയും. എപ്പോഴും അതൊന്നും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർ നമ്മളെ സമാധാനിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നല്ല ഡൗൺ ആയിട്ടില്ല. പിന്നെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഏജ് കഴിഞ്ഞാൽ നല്ല ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം സന്തോഷം അതൊക്കെ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കണം അത് ഇതിന്റെ ഒരു പാർട്ടാണ്. സന്തോഷിച്ചിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എന്ത് തന്നെ ആണെങ്കിലും ഞാൻ സന്തോഷിക്കും. വിഷമം വരികയാണെങ്കിൽ അപ്പൊ ഒന്ന് പുറത്തിറങ്ങി നല്ല ആൾക്കാരെ സംസാരിച്ച് അറിയുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോയിട്ടൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താനായി ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഇപ്പൊ എന്ത് തന്നെ സംഭവിച്ചാലും ഐ ചൂസ് ടു ബി ഹാപ്പി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് 8th പോയിന്റ്. ഇത് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന ആശയത്തെ റോബർട്ട് ഷുള്ളർ ഇതിലൂടെ വിവരിക്കുന്നു. പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തുതന്നെയാണെങ്കിലും സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. സന്തോഷം ഞാൻ എനിക്ക് വിഷമിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ വിഷമിക്കില്ല. ആശയത്തിന്റെ ആഴം. ആളുകൾ നിങ്ങളെ വിമർശിച്ചേക്കാം, കാര്യങ്ങൾ വിവരിച്ച പോലെ നടന്നില്ലെന്ന് വരാം. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടുക. ജോലിയിൽ പരാജയപ്പെടുമ്പോഴോ ആരെങ്കിലും പരിഹസിക്കുമ്പോഴോ ഇതൊന്നും എന്നെ തളർത്തില്ല എന്ന ഞാൻ സന്തോഷവാനായിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക. ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോഴത്തേനും വിഷമിച്ചിട്ട് അന്നത്തെ ദിവസം കരഞ്ഞിരിക്കാതെ ഇതൊക്കെ എന്തെന്നുള്ള ആ ഒരു മൈൻഡിൽ വിടുക. നമ്മൾ തന്നെ വിടണം, അല്ലാതെ ആരും വന്നിട്ട് നമ്മളെ വിടൊന്നുമില്ല. അപ്പൊ അതാണ് ഫസ്റ്റ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഡെയിലി അഫർമേഷൻസും നമ്മളെ മൈൻഡിനെ തന്നെ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കണം. അതിന് അഫർമേഷൻസ് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കിയിട്ട് ഉറങ്ങിണീക്കുമ്പോൾ കണ്ണാടി നോക്കി നമ്മൾ പറയണം, ഇന്ന് എന്ത് പ്രതിസന്ധി വന്നാലും ആരെന്ത് പറഞ്ഞാലും സന്തോഷമായിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന മനോഭാവം എന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ രാവിലെ തന്നെ അഫർമേഷൻസ് എഴുതിയിട്ടോ കണ്ണാടി നോക്കി പറഞ്ഞിട്ടോ ആയിട്ട് പറയണം. ഇത് നമ്മുടെ ജീവിതചര്യ മാറ്റേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു 8 പോയിന്റ്സ് നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആ ഒരു 8 പോയിന്റ്സ് ഇവിടെ ഇതില് റോബർട്ട് ഷുള്ളറിന്റെ 8 പോയിന്റ്സ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാറ് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം ഷഹനാജി, പവർ പോയിന്റ് യൂസ് ചെയ്യാൻ അറിയാമോ? അറിയാം. എന്നാ അത് യൂസ് ചെയ്യണമായിരുന്നു. ഈ ഇത്രയും പറഞ്ഞു, ഈ ഇരിക്കുന്ന ഈ 9 പേരത്ത് ഇപ്പോൾ തിരിച്ച് ആ 8 പോയിന്റും പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് എത്ര പേര് പറയുമെന്നാണ് വിചാരിക്കുന്നത്? നമ്മുടെ മാൻസി മാഡം തന്നെ പറയോ എന്നുള്ളത്
സംശയമാണ്. ഓഡിയോ വിഷ്വൽ ആക്കണം. ചില ഓഡിയോ പറയുന്നു, വിഷ്വൽ ഒരു ഇമേജ്, അങ്ങനെ കാണിക്കുമ്പോഴേ കുറച്ചെങ്കിലും ഓർത്തിരിക്കാൻ പറ്റും. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി എ ട്രെയിനർ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീഡ്ബാക്ക് തരുന്നത്. ഇഫ് യു വാണ്ട് ടു ബി എ Yes. സക്സസ്ഫുൾ എഫക്റ്റീവ് ട്രെയിനർ, you must use the PowerPoint also whenever it is possible. Thank you. Thank you, sir. Yes. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഒരു PPT. പോയിന്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സമയം വീണ്ടും ഇവർ കണ്ടെത്തണം. മിക്കവർക്കും സമയമില്ല. ഇന്നത്തെ ഏറ്റവും ദാരിദ്ര്യമുള്ളതാണ് സമയ ദാരിദ്ര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് പിന്നെ ഒരിക്കൽ അയച്ചു കഴിഞ്ഞാൽ മിക്കവരും നോക്കത്തില്ല, കണക്ട് ചെയ്യത്തില്ല. അതെ അതെ. ഐ എം ഗിവിംഗ് എ ഫ്രാങ്ക് ഓണസ്റ്റ് ഫീഡ്ബാക്ക്. എനിക്ക് പ്രത്യേകിച്ച് ഷഹനടുത്ത് യാതൊരു വിരോധമോ ശത്രുതയോ ഒന്നുമില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കി. I appreciate. Yeah, ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. താങ്ക് യു. ഓക്കെ, ഗുഡ്. ഓക്കെ, യെസ് ഷഹാന മാം. യെസ്. എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ പോയിന്റുകളിൽ പറയുമ്പോഴും എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. ഓരോ പോയിന്റും അവരുടെ ലൈഫിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ, ഇനിയിപ്പം സ്വന്തം ജീവിതത്തിൽ 8 പോയിന്റുകൾ കടന്നു പോയിട്ടില്ലെങ്കിലും ചുറ്റുമുള്ളവരിൽ കണ്ടിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. ഓരോ സാഹചര്യങ്ങളും അതിൽ റിയാക്ട് ചെയ്തതും. ഇപ്പൊ ഞാൻ ഈ 8 പോയിന്റ് കേൾക്കുമ്പോൾ ആലോചിക്കായിരുന്നു, എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ അവസരങ്ങളിലും ഞാൻ റിയാക്ട് ചെയ്ത വിധം എങ്ങനെയായിരുന്നു ഞാൻ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒന്നുകൂടി സംഭവിച്ചതിനെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെയും ഒക്കെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഐ തിങ്ക് വേറെ ആർക്കും അത് ഇനി ഫീഡ്ബാക്കോ ആഡ് ഓൺ ചെയ്യാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ തന്ന മാൻസി മാമിനും ഒരുപാട് നന്ദി. ഇത്രയും സമയം നമ്മുടെ സെഷനിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി ഇനി ബുധനാഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു.